ആരാ നിങ്ങൾ? എന്തിനാ നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഞാനൊരു പാവം പോലീസുകാരനാണ്. പിന്നെ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് ചുമ്മാ ഒരു രസം. ഒരു പരിചയമില്ലാത്ത ആളുകളെ അപ്രതീക്ഷിതമായി ഇങ്ങനെ കാണാനും പരിചയപ്പെടുന്നതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. സാർ, നിങ്ങൾ ഇനിയെങ്കിലും കാര്യം പറയണം. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ചേട്ടാ, എനിക്ക് നിങ്ങളുടെ ഒരു ചെറിയ സഹായം വേണം. അതുകൊള്ളാം. സാറിനെ ഞാൻ സഹായിക്കുന്നു. അതെ, എന്നെ ഇപ്പം നിങ്ങൾ സഹായിച്ച ഞാൻ അതിനു പകരം ഒരു വലിയ സഹായം ചെയ്യും. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി. എനിക്ക് സാറിന്റെ ഒരു സഹായവും ആവശ്യമില്ല. എന്റെ പേരിലെ ഒരിടത്തും ഒരു കേസുമില്ല സാർ. അയ്യേ, ഛേ, അതല്ല. ഇത് കേസും വഴക്കൊന്നുമല്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളതും പ്രിയപ്പെട്ടതുമായ ഒന്ന് നിങ്ങൾക്ക് ഞാൻ മടക്കിത്തരും, ഒരു പോറല് പോലെ ഏൽക്കാതെ. മനസ്സിലായില്ല. നിങ്ങളുടെ മകന്റെ ജീവൻ. എന്താ നിങ്ങൾ പറഞ്ഞേ? സ്വന്തം മകന്റെ ജീവനേക്കാൾ വലുതായി നിങ്ങൾക്ക് എന്തുണ്ട് മിസ്റ്റർ ഹരികുമാരൻ മേനോൻ? ഒന്ന് ഓർത്തു നോക്കിക്കേ. ആ മകന്റെ ജീവനില്ലാത്ത ശരീരം സ്വന്തം വീട്ടുമുറ്റത്ത് കൊണ്ട് കിടത്തുമ്പോ നിങ്ങളുടെ ഭാര്യ, അവന്റെ അമ്മ നെഞ്ചുപൊട്ടി മരിക്കില്ലേ? എന്ത് അനാവശ്യമാണ് നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? ഞാൻ കൊല്ലും. നിങ്ങളുടെ മകനെ ഞാൻ കൊല്ലും. എന്തിനാ എന്തിനാ എന്റെ മോനെ കൊല്ലുമെന്ന് പറഞ്ഞേ? പറയടോ, പറയാൻ. എന്റെ പെണ്ണിനെ കല്യാണം ആലോചിച്ചതിന്. അതാ നിങ്ങളുടെ മകൻ ചെയ്ത തെറ്റ്. അതിൽ നിന്ന് അവനെ പിന്മാറ്റി ഇപ്പോ നിങ്ങൾ എന്നെ സഹായിച്ച മകന്റെ ജീവൻ തിരിച്ചു തന്ന് ഞാൻ നിങ്ങളെയും സഹായിക്കും. ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞ ഗിവ് ആൻഡ് ടേക്ക് പോളിസി? ഇനി പറ, നിങ്ങൾ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയല്ലേ? എന്റെ ചേട്ടാ, ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഇഷ്ടത്തില, ഒന്നാകാൻ തീരുമാനിച്ചവരുവാ. അതിനിടയിലാ DK കയറി വന്നത്. ഓ, അപ്പൊ ഭീഷണിയാണല്ലേ? ഇതുപോലത്തെ പ്രേമമൊക്കെ ആർക്കാണ് സാറേ ഇല്ലാത്തത്? കല്യാണത്തോടെ അതങ്ങ് മാറിക്കൊള്ളും. അപ്പൊ ഞാൻ വിചാരിച്ച പോലല്ല, ധൈര്യശാലിയാ അല്ലേ? പക്ഷേ ഇത്രയ്ക്ക് ധൈര്യം കാണിക്കണമെന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേ. നാട്ടിൽ ഒരുപാട് പെമ്പിള്ളാര് വേറെ ഇല്ലേ? അതിലാരെ വേണം നോക്കിക്കോ. വെറുതെ എന്റെ വഴി മുടക്കല്ലേ. DKയുടെ കുടുംബവുമായിട്ടൊരു ബന്ധം വേണമെന്നേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇതിപ്പോ DKയുടെ തീരുമാനമാണ്. അതിനി മാറ്റാൻ പറ്റില്ല സാറേ, കാരണം അത് നടക്കില്ല. ചേട്ടാ, പറയാൻ എളുപ്പമാ. പക്ഷേ മകന്റെ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോ എന്നെ പഴിച്ചിട്ട് കാര്യമില്ല. ഈ ഭീഷണി കൊണ്ട് ഞങ്ങളെ പിന്മാറ്റിക്കളയാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിശ്ചയിച്ച സമയത്ത് തന്നെ ഈ കല്യാണം നടത്തും. എനിക്ക് നിങ്ങളുടെ മകനെ ഉപദ്രവിക്കണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ല. പക്ഷേ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും, ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. സാറേ, കല്യാണം തീരുമാനിച്ച് കുറിയടിച്ച് പ്രധാനപ്പെട്ടവരെയൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞു. ഇത് കുഞ്ഞുകളിയല്ല. ഇതിനു വേണ്ടി നിങ്ങൾ ഇനി എന്നെ വിളിക്കണ്ട. ഈ കല്യാണം നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും. അപ്പൊ ശരി സാറേ, പോട്ടെ. മകന്റെ ജീവൻ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അത് വേണ്ടാന്ന് പറയുന്ന ക്രൂരനായ ഒരച്ഛൻ. വല്ലാതെ മാറിപ്പോയി സമൂഹം. മായജി, എന്തൊക്കെ ബുദ്ധിമുട്ടാ. ഇപ്പഴാ വെപ്രാളം ഒന്ന് തീർന്നത്. അല്ല മായജി, ഈ അംബിക ചിറ്റയുടെ ആത്മാവ് ഇത്ര പെട്ടെന്ന് ഇറങ്ങിപ്പോയോ?
ആത്മാവല്ലേ, അതിന് എപ്പോ വേണമെങ്കിലും പോകാം വരാം. വണ്ടിക്കൂലിയൊന്നും വേണ്ടല്ലോ. മായ, ആ? പണി കിട്ടി. പാൽക്കഞ്ഞി തയ്യാറായോ മക്കളെ? പാൽക്കഞ്ഞിയോ? പാൽക്കഞ്ഞി ഉണ്ടാക്കാനല്ലേ നോം പറഞ്ഞത്? ഇനിയും തയ്യാറായില്ലേ? പാൽക്കഞ്ഞി വേണ്ടെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്? അമ്മ ഇപ്പൊ പുട്ടും കടലയും കഴിച്ചിട്ട് പോയതല്ലേ ഉള്ളൂ. പുട്ടും കടലയും വേണമെന്ന് പറഞ്ഞത് അമ്മയല്ലേ? ഏതമ്മ? ആരുടെ അമ്മ? ഏത് പുട്ടും കടലേ? എനിക്ക് പാൽക്കഞ്ഞി മതി. അമ്മേ, അമ്മ ഇപ്പോഴല്ലേ ഞങ്ങളെ കൊണ്ട് പുട്ടും കടലയും ഉണ്ടാക്കി കഴിച്ചത്? മായേ, ഈ ഞാൻ ആരാ? അമ്മ അല്ല, അംബിക. ഞാൻ പാൽക്കഞ്ഞിയേ കുടിക്കാറുള്ളൂ. അയ്യോ, ഉണ്ടാക്കിയ പാൽക്കഞ്ഞി വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് എടുത്ത് കളഞ്ഞിട്ടല്ലേ പുട്ടും കടലയും ഉണ്ടാക്കിയത്. എന്ത്? നമ്മുടെ പാൽക്കഞ്ഞി കളഞ്ഞെന്നോ? നിന്നെയൊക്കെ ശപിച്ച് ഭസ്മമാക്കും ഞാൻ. ഓം ക്രീം. നമ്മുടെ പാൽക്കഞ്ഞി എടുത്ത് കളഞ്ഞ വേണ്ട. അമ്മയോ? അംബിക ചിറ്റ. അയ്യോ, അംബിക ചിറ്റയ്ക്ക് പാൽക്കഞ്ഞി ഞാൻ ഉണ്ടാക്കി തരാം. ശപിക്കരുത്. എന്നാ വേഗം പോയി ഉണ്ടാക്കിക്കോളൂ. പൊക്കോളൂ. അവള് മാറിയൊരു പുട്ടും കടലേ. പാവം മരുമക്കൾ പേടിച്ചു പോയി. അയ്യോ അയ്യോ അയ്യോ, അംബികച്ചിട്ട് ഇംഗ്ലീഷ് പറയില്ലല്ലോ. അച്ഛാ, കേട്ടത് ശരി തന്നെ. ആരാ അച്ഛനോട് പറഞ്ഞത്? ആ ചെറുക്കന്റെ അച്ഛൻ. അയാൾ എന്നെ വിളിച്ചിരുന്നു. നശിച്ചു, എല്ലാം നശിച്ചു. ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിയെടുക്കാൻ സമ്മതിക്കില്ല അവൻ. എല്ലാം നീ ഒറ്റ ഒരുത്തി കാരണോ നശിച്ചവളെ. അവളെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തി നീ രക്ഷപ്പെടാൻ നോക്കണ്ട. എല്ലാത്തിനും വളവച്ചു കൊടുത്ത നീയാ. മകളുടെ കല്യാണം ഞാൻ അറിയാതെ നടത്താൻ രഹസ്യമായിട്ട് ഇറങ്ങി പുറപ്പെട്ടവളല്ലേ നീ? പറ്റിപ്പോയി അച്ഛാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അതിനച്ഛൻ തരുന്ന എന്ത് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ആരെയും ശിക്ഷിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. നടന്നത് നടന്നു. കാലപാശം പോലെ അവനിങ്ങനെ ചുറ്റിവരിഞ്ഞ് കിടക്കുമ്പോ ഈ കുരുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ കല്യാണം മുടങ്ങിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്നാ പിന്നെ നീ ആദ്യം അതങ്ങ് ചെയ്. കല്യാണം പിന്നെ നടത്താം. ഇത് ഡികെയോട് പറഞ്ഞാലോ? വേണ്ടച്ചാ, ഏട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് ഇതൊന്നും അറിയിക്കാതിരിക്കുന്നതാ നല്ലത്. പിന്നെ എന്ത് ചെയ്യും? എന്താ ഇതിനൊരു പരിഹാരം? ഇതിനെല്ലാം കാരണം ഞാനല്ലേ. ഇനി ഇതിന്റെ കാര്യത്തിന് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. എങ്ങനെ? എന്റെ മുൻപില് 2 വഴികളുണ്ടച്ചാ. ഒന്ന്, എന്റെ ജീവിതത്തിൽ അവിനാശ് മൂലമുണ്ടായ എല്ലാ കാര്യങ്ങളും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് ഞാൻ തുറന്നു പറയാൻ പോവാ. അയ്യോ, അത് വേണ്ട. പിന്നെ കല്യാണം ഒരിക്കലും നടക്കില്ല. എല്ലാം മറച്ചു വെച്ച് കല്യാണം കഴിച്ചാലും നാളെ അവിനാശ് എന്നെ തേടി വരില്ല എന്ന് എന്താ ഉറപ്പ്?
അതിനേക്കാൾ നല്ലത് എല്ലാം തുറന്നു പറയുന്നത് തന്നെയാ. എന്നോട് ക്ഷമിക്കാൻ അയാൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്താം അച്ഛാ. ഇല്ലെങ്കിലും ഞാൻ രണ്ടാമത്തെ വഴി തെരഞ്ഞെടുക്കും. എന്തു വഴി? അവിനാശിനെ ഞാൻ കൊല്ലും. പ്രേമോളെ, ഏതൊരു പെണ്ണിനും സാധാരണ സംഭവിക്കാവുന്ന ഒരു തെറ്റേ എനിക്കും പറ്റുള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ അവൻ എന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയ എനിക്ക് വേറെ വഴിയില്ല അച്ഛ. കൊല്ലും ഞാൻ അവനെ. പക്ഷെ ആ വഴി തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് ആദ്യത്തെ വഴി ഒന്ന് ശ്രമിച്ചു നോക്കാം. അച്ഛ, എനിക്ക് ആ ചെക്കനെ ഒന്ന് കാണണം. നാളെ തന്നെ ഇവിടെ വരെ ഒന്ന് വരാൻ അച്ഛനൊന്ന് അവനോട് പറയണം. ജീവിച്ചാലും മരിച്ചാലും ഇനി ഒരിക്കലും ഞാൻ അവിനാശിന്റെ അടിമയാവില്ല. പാൽക്കഞ്ഞി ഉണ്ടാക്കിയപ്പോ പുട്ടും കടലയും ഉണ്ടാക്കാൻ പറഞ്ഞു. പുട്ടും കടലയും കഴിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും പാൽക്കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു. ഇനി ഇത് കാണുമ്പോ അമൃതത്ത് വേണമെന്ന് പറയൂ എന്തോ. വരുന്നു വരുന്നു. ഓം നമ ശിവായ. നമസ്തേ മക്കളെ. നമസ്തേ. നമുക്കുള്ള പാൽക്കഞ്ഞി തയ്യാറാണോ മക്കളെ? അതെ അംബികച്ചിട്ടേ. കാരസ്കരത്തിൻ കുരു പാലിലിട്ടാലും കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? കേട്ടിട്ടുണ്ടോ മകളീ പഴഞ്ചൊല്ല്? ഇല്ല, അതിനർത്ഥം എന്താ? കാരസ്കരം എന്നാൽ കാഞ്ഞിരം. അതിന് കയ്പാണല്ലോ. അതിന്റെ കുരു എത്ര മധുരമുള്ള പാലിലിട്ടാലും കയ്പ് മാറുകയേയില്ല. അതിന്റെ കുരു എന്ത് ചെയ്താലും കഴിക്കുമെന്ന അർത്ഥം. അല്ല, അത് അംബികച്ചിട്ടെ എന്നോട് പറഞ്ഞേ ഉള്ളൂ. മകളുടെ മുഖത്തൊരു കാരസ്കര ഭാവം കണ്ടു. മകൾക്ക് അംബിക ചിറ്റയോട് ദേഷ്യമുണ്ടോ? ഏയ് ഇല്ല. പാൽക്കഞ്ഞി എടുക്കട്ടെ അംബികച്ചിട്ടേ? ഇരുന്നോളൂ. വേണ്ട, ഞാനൊന്നും ഇരിക്കാറില്ല, ഉറങ്ങാറില്ല, ഉണരാറുമില്ല. ചിറ്റെ പാൽക്കഞ്ഞി കുടിക്കൂ. ഇതാരാ ഉണ്ടാക്കിയത്? ഞാനാ ചിറ്റേ. മകള് കുടിച്ചോ? ഇല്ല. എന്നാ ഇത് മകള് കുടിച്ചോളൂ. വേണ്ട ചിറ്റേ. അത് പറഞ്ഞാ പറ്റില്ല. അംബിക ചിറ്റ സ്നേഹത്തോടെ തരുന്നതല്ലേ. കുടിച്ചോളൂ, ധൈര്യമായിട്ട് കുടിച്ചോളൂ. ചിറ്റയ്ക്ക് നിങ്ങളെയൊക്കെ ഇങ്ങനെ സ്നേഹിക്കാനല്ലേ കഴിയൂ. ഓം നമ ശിവായ. വാങ്ങിച്ചോളൂ, കുടിക്കേ. ഇനി ഒരു പാത്രത്തിൽ കൂടി പകർന്നോളൂ. രുചി എങ്ങനെ? കൊള്ളാമോ? നല്ല രുചിയാ ചിറ്റേ. ആ, ആഹാരത്തിന്റെ രുചി ഹൃദയം കൊണ്ടറിയണം. പുട്ടും കടലയും കഴിച്ചു വയർ നിറഞ്ഞിരിക്കുമ്പോഴാ അവിടെ ഒരു പാൽക്കഞ്ഞി.
ഇതാ ചിറ്റേ. ആ മകള് കുടിച്ചായിരുന്നോ? ഇല്ല. എങ്കിലിത് കുടിച്ചോളൂ. ഞാനോ? അതെ, ഈ അംബിക ചിറ്റ മകൾക്ക് തരുന്ന പ്രസാദമായത്. വായിക്കും മോളെ. ആ ഇനി ഒരു പാത്രത്തിൽ എനിക്കൂടി പകർന്നോളൂ. അയ്യോ ചിറ്റേ, പാൽക്കഞ്ഞി തീർന്നു, ഇനിയില്ല. തീർന്നോ? എന്നാ മക്കൾ വേഗം പോയി പാൽക്കഞ്ഞി ഉണ്ടായിക്കൊണ്ട് വരും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഇരിക്കൂ അംബിക ചിറ്റേ. അമ്മയുടെ സൈഡ് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോണ്ട് കേട്ടോ. എന്റെ പൊന്നു മക്കളെ, മാനരസം കാണിച്ചതാ, വേദനിച്ചിട്ട് വയ്യ. അയ്യോ, ആദ്യമേ ചിരിച്ചത് ആരെങ്കിലും കാണൂട്ടോ. അമ്മ പതുക്കെ. അമ്മ കൊണ്ട് തോറ്റു. എന്റെ ഭഗവാനെ, അമ്മേ, എന്റെ അമ്മോ. അയ്യോ, ആ പാൽക്കഞ്ഞിയും കൂടി ഞാൻ കുടിച്ചിരുന്നെങ്കിൽ എന്റെ വയർ പൊട്ടിപ്പോയേനെ. എങ്ങനെയുണ്ട് അംബിക ചിറ്റയുടെ ആക്ടിങ്? അടിപൊളി. പക്ഷെ അവരത്ര മണ്ടികളാണെന്നൊന്നും വിചാരിക്കണ്ട. അല്പം താമസിച്ചാലും കള്ളത്തരം പുറത്താവും. സൂക്ഷിച്ചോ. അമ്മയുടെ മോനും ഈ അംബിക ചിറ്റയുടെ വരവ് അത്ര പിടിച്ചിട്ടില്ല. അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇതിന് പിന്നിലെ ബുദ്ധിയെ ഞാനാണോന്ന് മൂപ്പർക്ക് സംശയമുണ്ട്. ആണോ? മൈലിറ്റി കണ്ണാ, അവന്റെ മനസ്സിലെ ഡൗട്ട് നീ മാറ്റിയേക്കണേ. അമ്മയ്ക്ക് ഇത്രയൊക്കെ കുരുട്ടു ബുദ്ധി ഉണ്ടായിരുന്നു എനിക്കിപ്പോഴാ മനസ്സിലായത്. രണ്ടെണ്ണത്തിനെയും അമ്മ പാൽക്കഞ്ഞി കുടിപ്പിച്ചില്ലേ? എടി, ഞാനത് മനഃപൂർവ്വം ചെയ്തതാ. അവളുമാര് ചിലപ്പോഴേ പുട്ടും കല്ലെ ഉണ്ടാക്കിച്ച ദേഷ്യത്തിനെ വല്ല പുളിയും കലക്കി തന്നാലോ? ആ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫലം അവളുമാര് തന്നെ അനുഭവിക്കട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ ആ പാൽക്കഞ്ഞി അവളുമാരെ കൊണ്ട് തന്നെ കുടിപ്പിച്ചത്. വാട്ടേൻ ഐഡിയ. എന്റെ അമ്മേ, ഇത് വല്ലാത്തൊരു ഐഡിയ. അയ്യോ അയ്യോ, അവളുമാരാണോ? അറിയില്ല. അമ്മയുടെ ഇരുന്നു. അമ്മേ, ചിത്ര ചിത്ര, ചെല്ലേ. അമ്മേ. അല്ല, ഇതെന്താ വാതിലടച്ചിരിക്കുന്നത്? ചിറ്റ ധ്യാനിക്കുക. അമ്പടാ, എന്തൊരഭിനയം.